നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. അനുപം രസായൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPOയെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. IPO വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി പറഞ്ഞുകൊള്ളട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് IPO വാർത്തകൾ ആദ്യം തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കുന്നു. അതിനാൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ കമ്പനിയുടെ അനുപം രസായൻ ഇന്ത്യയുടെ IPO മാർച്ച് 12-ാം തീയതിയാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്കിനി ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അനുപം രസായൻ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഗുജറാത്ത് ബേസ്ഡ് ആണ്. ഗുജറാത്തിലെ സൂററ്റിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ്. ഇവർക്ക് 5-6 യൂണിറ്റുകളുണ്ട്, ഫാക്ടറികൾ. അപ്പോൾ അനുപം രസായൻ എന്ന് പറയുന്ന ഈ കമ്പനി ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് ആവശ്യമായിട്ടുള്ള, അതായത് പെസ്റ്റിസൈഡ്സിനൊക്കെ ആവശ്യമായ കെമിക്കൽസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെയാണ് ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്നുകൾക്ക് ആവശ്യമായ ചില കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബ്യൂട്ടി കെയറിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. വൺ ഓഫ് ദ ലീഡിങ് കമ്പനീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഗുജറാത്തിലാണ് അതിൻ്റെ ലൊക്കേഷൻ. അനുപം രസായൻ ഇന്ത്യ ലിമിറ്റഡ്, അവരുടെയാണ് IPO വന്നിരിക്കുന്നത്. 12-ാം തീയതി ഇഷ്യൂ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 1984 ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടാണ് ഇവർ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ കെമിക്കൽ സെക്ടറിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സിൻ്റെയും ഈവൻ ബ്യൂട്ടി കെയർ പ്രോഡക്ട്സുകളുടെ എല്ലാം കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസിൻ്റെയൊക്കെ കെമിക്കൽസ് ഉണ്ടാക്കുന്നതിലേക്ക് കടന്നത് പിന്നീടാണ്. 84 തുടങ്ങുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു പാർട്ട്ണർഷിപ്പ് കമ്പനിയായിട്ടുള്ള ഒരു മറ്റ് രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയാണ്. കമ്പനി പ്രധാനമായിട്ടും 2 തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. അവരുടെ നിർമ്മാണ രീതികൾ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കുക. ഒന്ന് ലൈഫ് സയൻസ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അഗ്രികൾച്ചറൽ, പിന്നെ പേഴ്സണൽ കെയർ, ഫാർമസ്യൂട്ടിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട മേഖലകളിലേക്കുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ അത് 2020-ലും 2021-ലും അവരുടെ റവന്യൂ വന്നിരിക്കുന്നത് ഈ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. 95.4%-ഉം 92.5% ഈ വർഷങ്ങളിൽ തുടർച്ചയായിട്ട് അവരുടെ റവന്യൂവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു മേഖലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആണ്. പിന്നെ മറ്റൊരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പിഗ്മെൻറ്റ്സ് ആൻഡ് ഡൈസ്, പിന്നെ പോളിമേഴ്സ്, ഇങ്ങനെയൊക്കെ വരുന്ന പ്രോഡക്ട്സുകളും അവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മെയിനായിട്ടുള്ള റവന്യൂവിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറവാണ്. 4.6%-ഉം 7.5%-ഉമാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലെ കോൺട്രിബ്യൂഷനായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ അതും അവരുടെ ഒരു മറ്റൊരു നിർമ്മാണ മേഖലയാണ്. അതർ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്നുള്ള ഒരു സെഗ്മെൻറ്റിൽ വരുന്നതാണ്. ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സിനെ കൂടി അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. മിസ്റ്റർ ആനന്ദ് ദേശായി, പിന്നെ ഡോക്ടർ കിരൺ C പട്ടേൽ, ശ്രീമതി മോന A ദേശായി, കിരൺ പല്ലവി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, കൂടാതെ റെഹാഷ് ഇൻഡസ്ട്രിയൽ ആൻഡ് റെസിൻസ് കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇവരുടെ കൈവശം 75.80% ഈ ക്യാപിറ്റലും അവരുടെ കൈവശമാണ്, ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈകളിലാണ്. കമ്പനിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമർ ബേസ് തന്നെയാണ്. ജോഗ്രഫി പ്രശ്നമല്ല, ഇന്ത്യ രാജ്യം മുഴുവൻ പരന്നു കിടക്കുന്ന അവരുടെ കസ്റ്റമർ ബേസ്. പിന്നെ ഇൻഹൗസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഇന്നോവേഷന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമുണ്ട്. അതുകൂടാതെ തന്നെ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ, ഓരോ ഏരിയയിലേക്കും ഓരോ മേഖലയ്ക്കും ആവശ്യമായിട്ടുള്ള, അവരുടെ ക്ലയൻസിന് ആവശ്യമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയിരിക്കുന്നു. പിന്നെ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ആണ് സൂററ്റിൽ. പ്രധാനമായിട്ടും സൂററ്റിൽ, ഗുജറാത്തിലെ അവരുടെ ലൊക്കേഷൻ തന്നെ അഗ്രികൾച്ചറൽ മേഖലയിലേക്കും ഇത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിലായതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത് കൂടാതെ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഇതുവരെയുള്ള കമ്പനിയുടെ പെർഫോമൻസും വളരെ മികച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കമ്പനി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് അനുപം രസായനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
ഈ അനുപം രസായൻ എന്തിനാണ് ഇപ്പോൾ ഒരു IPO നടത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൂലധനം സമാഹരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഡെറ്റുകൾ, അവരുടെ കടബാധ്യതകൾ കുറേ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിക്കുക എന്ന് പറയുന്നു. അതുകൂടാതെ അവരുടെ കോർപ്പറേറ്റ് പർപ്പസുകൾക്ക് സാധാരണ നിലയിൽ ഒരു കമ്പനി ഈ മൂലധനം കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഡെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി, കടബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഫണ്ട് ഉപകരിക്കുന്നത് എന്ന് അവർ സബ്മിറ്റ് ചെയ്ത പേപ്പേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 2018 മുതൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ 9 മാസത്തെ കണക്ക് വരെയാണ് നമ്മളിവിടെ പരിഗണിച്ചിട്ടുള്ളത്. 2018 349.2 കോടിയായിരുന്നു റവന്യൂ എങ്കിൽ 2020 അത് 539.4 അതിൻ്റെ റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 569.2 അവരുടെ റവന്യൂ കാണിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസിലും ഒരു വളർച്ച കൂടുതൽ കാണിക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്. നെറ്റ് ഇൻകം എന്ന് പറയുന്നതിലും നല്ലൊരു വളർച്ച, കഴിഞ്ഞ വർഷം 51.2 കോടിയാണ് നെറ്റ് ഇൻകം കാണിക്കുന്നത്. ഈ വർഷം ഇതുവരെ 47.1 കാണിക്കുന്നുണ്ട്. നെറ്റ് മാർജിൻ ആണെങ്കിൽ 2019 9.5 ആയിരുന്നു, 9.5 കോടിയായിരുന്നു. അത് കഴിഞ്ഞ വർഷവും 9.5 തന്നെയായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ 9 മാസം കൊണ്ട് അത് വളർന്നിട്ടുണ്ട്, 8.4 എത്തി നിൽക്കുന്നു. പൂർണ്ണമായിട്ടില്ല, ഇനിയും ഒരു ക്വാർട്ടർ കൂടി കണക്ക് കൂടി കിട്ടാനുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഈ കണക്കുകളിൽ നിന്ന് കമ്പനിക്ക് വലിയ കുഴപ്പമൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ആ കമ്പനിയുടെ ഡെറ്റ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഋണബാധ്യത കമ്പനിക്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമുക്കൊരു ചെറിയൊരു ടെൻഷൻ മനസ്സിൽ കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ IPO നടത്തിയിരിക്കുന്നതിലെ നല്ലൊരു തുക അതിനു വേണ്ടി ഉപകരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു ആശ്വാസം തന്നെയാണ്. EPS കാണുന്നത് 6.94 അതുപോലെ തന്നെ PE റേഷ്യോ കാണുന്നത് 79.68, 79.97. അതുപോലെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 9.62% നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ NAV എന്ന് പറയുന്നത് 76 പെർ ഷെയർ. അങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകളിൽ കാണുന്നത്. സാമ്പത്തികമായിട്ട് വലിയ പ്രോബ്ലം ഇതിൽ നിന്ന് കാണുന്നില്ല. ഇവരുടെ ഇഷ്യൂ അലോട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ QIBസിന് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിന് 50%, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 50% ആണ് അവർ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ NII എന്ന് പറയുന്നത്, അതായത് HNIസിന് 15% ആണ് അലോട്ട്മെൻറ്റ് വരിക. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 35%. നമ്മൾ സാധാരണ നിലയിൽ സാധാരണക്കാരൻ അപ്ലൈ ചെയ്യുന്നവർ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരും. അപ്പോൾ പലരും അപേക്ഷിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഞാൻ ഏത് കാറ്റഗറിയിലാണ്, ഞാൻ എവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റർ RII എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് സാധാരണക്കാർ വരുന്നത്. അതായത് 15,000 അത്രയും ഉള്ള ലോട്ട് അപേക്ഷിക്കുന്ന ആൾക്കാർ, അതിൻ്റെ ഗുണിതങ്ങളാണ് 2 ലക്ഷം രൂപ വരെയുള്ള വാല്യൂവിന് അപേക്ഷിക്കുന്നവരെയാണ് RIIs അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് 35% ആണ് അവർ അലോട്ട്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ അനുപം രസായൻ ഇന്ത്യ ലിമിറ്റഡിൻ്റെ IPO ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുന്നത്, അതായത് ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത് 12-ാം തീയതിയാണ്, മാർച്ച് 12, 16-ാം തീയതി അത് ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ പ്രൈസ് ബാൻഡ് എല്ലാവർക്കും അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യമാണല്ലോ. പ്രൈസ് ബാൻഡ് 553 രൂപ മുതൽ 555 വരെയാണ്. അപ്പോൾ 555 ആണ്, 555 ആണ് അതിൻ്റെ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ കട്ട് ഓഫ് പ്രൈസ് ആയിട്ട് വരിക. എപ്പോഴും 555 ആയിരിക്കും പെർ ഷെയർ. അപ്പോൾ അവർ എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ 760 crores, 760 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് ഈ കമ്പനി വിൽക്കുന്നത്. അതെല്ലാം തന്നെ ഫ്രഷ് ഇഷ്യൂ ആണ്. ഒരിക്കലും ഓഫർ ഫോർ സെയിൽ, പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർസ് ഒന്നും വിറ്റഴിക്കുന്നില്ല, എല്ലാം ഫ്രഷ് ഷെയർസ് ആയിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഒരു ലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര ഷെയർ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരാൾ 27 ഷെയറാണ് മിനിമം അപ്ലൈ ചെയ്യേണ്ടത്. 27 ഷെയർ, മാക്സിമം 13 ലോട്ട്, അതായത് 351 ഷെയർ വരെ ഒരാൾക്ക് അപ്ലൈ ചെയ്യാം. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫേസ് വാല്യൂ ഷെയറിൻ്റെ 10 രൂപയാണ്. അതുപോലെ തന്നെ 35% ആണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ഈ 760 കോടിയുടെ 35% ആണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവർ അലോട്ട് ചെയ്തത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്.
അപ്പോൾ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമുക്ക് നോക്കാം. IPOയുടെ ഡേറ്റ് 12-ാം തീയതി ഓപ്പൺ ചെയ്യുന്നു, 16-ാം തീയതി ക്ലോസ് ചെയ്യുന്നു. അലോട്ട്മെന്റ് വരുന്നത് 19-ാം തീയതിയാണ് മാർച്ച്. പിന്നെ നമുക്ക് തരുന്ന റീഫണ്ട്, കിട്ടാത്തവർക്ക് റീഫണ്ട് തരുന്നത് മാർച്ച് 22-ാം തീയതിയാണ്. അതുപോലെ കിട്ടുന്നവർക്ക് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരുന്നത് മാർച്ച് 23-ാം തീയതിയാണ്. IPO ലിസ്റ്റ് ചെയ്യുന്നത് മാർച്ച് 24-ാം തീയതിയാണ്. കിട്ടിയവർക്ക് വേണമെങ്കിൽ വിൽക്കാം, കിട്ടാത്തവർക്ക് അന്ന് മുതൽ സെക്കൻഡറി മാർക്കറ്റിൽ അത് വാങ്ങിക്കാം. അപ്പോൾ ഈ മാർച്ച് 24-ാം തീയതി ഈ കമ്പനിയുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. അനുപം രസായൻ്റെ IPO എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് പറയട്ടെ. നിങ്ങളുടെ ഓൺലൈൻ ബാങ്കിങ് വഴിയാണ് നിങ്ങളത് അപ്ലൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം. അസ്ബ സിസ്റ്റം വഴി അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ എൻ്റെ തന്നെ 11-ാമത്തെ വീഡിയോ, പഴയ വീഡിയോ, അതൊന്ന് പോയി കാണുക. അതിനകത്ത് വിശദമായിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ അത് കൂടാതെ നിങ്ങളുടെ ബ്രോക്കർ തരുന്ന ഒരു ലിങ്ക് അവരോട് ചോദിച്ചാൽ അവർ ലിങ്ക് തരും. ആ ലിങ്കിൽ കയറിയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലായിട്ടുള്ള ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറെ ഏൽപ്പിച്ചാലും മതിയോ. അപ്പോൾ 3 രീതിയിലും നിങ്ങൾക്ക് ഈ ഷെയർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ആക്സിസ് ക്യാപിറ്റലാണ് ഒന്ന്, പിന്നെ അംബിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്, IIFL സെക്യൂരിറ്റീസ് ഉണ്ട്, പിന്നെ JM ഫിനാൻഷ്യൽസ്. ഇത്രയും 4 കമ്പനികളാണ് ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് KFin ടെക്നോളജീസ് ആണ്, തെലങ്കാന ബേസ് ആയിട്ടുള്ള KFin ടെക്നോളജീസ്. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്ന ദിവസം നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറോട് ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്വയം ഇത് അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്നറിയാനായിട്ട് ഈ KFin ടെക്നോളജീസിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ മതി. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പാൻ നമ്പറോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ രജിസ്ട്രാർ KFin ടെക്നോളജീസ് ആണ്. IPO കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വീഡിയോ ഞാൻ ഇടുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇതുവരെയും ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്തൊരു അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.